സ്കെലിറ്റൽ സിസ്റ്റം ഓഫ് ഫ്രോഗ്. ഫ്രോഗിൻ്റെ സ്കെലിറ്റൽ സിസ്റ്റം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു സെഷൻ കൊണ്ട് നമുക്ക് ഈ കോംപ്ലക്സ് ആയിട്ടുള്ള സിസ്റ്റത്തെ ഡിസ്കസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. 3 സെഷൻസ് ആയിട്ടാണ് സ്കെലിറ്റൽ സിസ്റ്റത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ പാർട്ട് 1 സെഷനാണ് ഈ സെഷൻ. ആദ്യമേ തന്നെ നമുക്ക് ഫ്രോഗിൻ്റെ സ്കെലിറ്റൽ സിസ്റ്റത്തിൻ്റെ കോമ്പോണൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് അനലൈസ് ചെയ്യാം. മേജർ കോമ്പോണൻറ്റ്സ് ഓഫ് ദ സ്കെലിറ്റൽ സിസ്റ്റം ഓഫ് ദ ഫ്രോഗ്. It includes two major components, axial skeleton and appendicular skeleton. Axial skeleton എന്ന് പറയുന്നത് ബോഡിയുടെ ആക്സിസിലൂടെ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ബോണി സ്ട്രക്ചേഴ്സ് ആണ്. സ്കള്ള്, വെർട്ടിബ്രൽ കോളം ഒക്കെയാണ് ആക്സിയൽ സ്കെലിറ്റൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഇനിയുള്ളത് അപ്പൻഡിക്കുലാർ സ്കെലിറ്റൻ ആണ്. അത് ബോഡിയുടെ ലാറ്ററൽ പ്രൊഫൈലിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ബോണി സ്ട്രക്ചേഴ്സ് ആണ്, ബോണി ഓർഗനൈസേഷൻസ് ആണ്. ലിംബ് ബോൺസ്, ഫോർ ലിംബ് ബോൺസ്, ഹൈൻഡ് ലിംബ് ബോൺസ്, അതുപോലെ തന്നെ പെക്ടറൽ ഗാർഡില്, പെൽവിക് ഗാർഡില്, ഇതെല്ലാം അപ്പൻഡിക്കുലാർ സ്കെലിറ്റൻ്റെ ഭാഗമായിട്ട് വരുന്ന സ്ട്രക്ചേഴ്സ് ആണ്. ഈ ആക്സിയൽ സ്കെലിറ്റനും അപ്പൻഡിക്കുലാർ സ്കെലിറ്റനും ഒക്കെ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് റൈറ്റ് സൈഡിലുള്ള ആ പിക്ചർ നോക്കി നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഏറ്റവും ഹെഡ് റീജിയണിൽ, ആൻറ്റീരിയർ പോർഷനിൽ നമുക്ക് സ്കൾ ബോൺസ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ ക്രേനിയം ഉണ്ട്, ബ്രെയിൻ ബോക്സ് ഉണ്ട്, പിന്നെ ഉള്ളത് ലോവർ ജോ, അപ്പർ ജോ ബോൺസ്, ഇതൊക്കെയാണ്. ഇനി ആക്സിയൽ സ്കെലിറ്റൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് വെർട്ടിബ്രൽ കോളം. വെർട്ടിബ്രൽ കോളത്തിനകത്താണ് സ്പൈനൽ കോഡ് റൺ ചെയ്യുന്നത്. അതിനകത്താണ് ഇത് പ്രൊട്ടക്റ്റഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൻഡിക്കുലാർ സ്കെലിറ്റൻ്റെ ഭാഗമായിട്ടുള്ള പെക്ടറൽ ഗാർഡിൽ, തൊറാസിക് റീജിയനിൽ കാണാൻ സാധിക്കും. ഈ പെക്ടറൽ ഗാർഡിലേക്കാണ് ഫോർ ലിംബ് ബോൺസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഫോർ ലിംബ് ബോൺസും അപ്പൻഡിക്കുലാർ സ്കെലിറ്റൻ്റെ ഭാഗമാണ്. ഇനി പെൽവിക് ബോൺസ് അല്ലെങ്കിൽ പെൽവിക് ഗാർഡിൽ നമുക്ക് ഇതിൻ്റെ ഏറ്റവും പോസ്റ്റീരിയർ പോർഷനിൽ കാണാൻ സാധിക്കും. ഈ പോസ്റ്റീരിയർ പോർഷനിലുള്ള ബോണി ഓർഗനൈസേഷനുമായിട്ടാണ് ഹൈൻഡ് ലിംബ് ബോൺസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് മേജർ കമ്പോണൻറ്റ്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് തന്നെ സ്കൾ ബോൺസിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ സ്കൾ എന്ന് പറയുന്ന ആക്സിയൽ സ്കെലിറ്റൻ്റെ ഭാഗത്തെക്കുറിച്ചാണ് ഈ സെഷനിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ബാക്കിയുള്ള പോർഷൻസ് ഒക്കെ അടുത്ത സെഷൻസിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ സ്ട്രക്ചേഴ്സ് എല്ലാം, ആക്സിയൽ സ്കെലിറ്റൻ്റെയും അപ്പൻഡിക്കുലാർ സ്കെലിറ്റൻ്റെയും സ്ട്രക്ചേഴ്സ് എല്ലാം കാണിക്കുന്ന ഒരു ഡയഗ്രമാണിത്. ഇവിടെ നോക്കുവാണെങ്കിൽ സ്കൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെയുള്ള ആക്സിയൽ സ്കെലിറ്റൻ്റെ ഭാഗമായിട്ടുള്ള വെർട്ടിബ്രൽ കോളം, പിന്നെ പെക്ടറൽ ഗാർഡിൽ, പെൽവിക് ഗാർഡിൽ, ലിംബ് ബോൺസ്, ഇതെല്ലാം അപ്പൻഡിക്കുലാർ സ്കെലിറ്റൻ്റെ ഭാഗമാണ്. അതെല്ലാം എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഏകദേശം ഈ ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാവും. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അക്കൗണ്ടിലേക്ക് പോവാണ്. സ്കളിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കിയെടുക്കാം. സ്കളിൻ്റെ കമ്പോണൻസ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ബോൺസ് ഓഫ് ക്രേനിയം, ദെൻ സെൻസറി ക്യാപ്സ്യൂൾ, അത് 2 പോർഷൻസ് ഉണ്ട്, ഓഡിറ്ററി ക്യാപ്സ്യൂൾ ആൻഡ് ഓൾഫാക്ടറി ക്യാപ്സ്യൂൾ, ദെൻ ജോ ബോൺസ്, അപ്പർ ജോ ബോൺസ് ആൻഡ് ലോവർ ജോ ബോൺസ്, ദെൻ ഹയോയിഡ് അപ്പാർട്ടസ്. ഇത്രയൊക്കെയാണ് സ്കളിൻ്റെ കമ്പോണൻസ്. അപ്പോൾ ഓരോന്നും എന്തൊക്കെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട ബോൺസ് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ ആദ്യത്തെ കമ്പോണൻ്റ് ആണ് ബോൺസ് ഓഫ് ദ ക്രേനിയം ഓർ ക്രേനിയം. ക്രേനിയം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ബ്രെയിൻ ബോക്സ്. ഇവിടെയാണ് ഈ പർട്ടിക്കുലർ ബോണി ആർക്കിടെക്ചറിൻ്റെ അകത്താണ് ബ്രെയിൻ എന്ന് പറയുന്ന സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻറ്റ് റീസൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ പർട്ടിക്കുലർ പോർഷനിലാണ് ബ്രെയിൻ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാണ് ക്രേനിയം എന്ന് പറയുന്ന പോർഷൻ. ഇറ്റ് എൻക്ലോസസ് ദ ബ്രെയിൻ. ഇതിൻ്റെ ബേസിൽ ഒരു വൈഡ് ഓപ്പണിംഗ് കാണും. ആ വൈഡ് ഓപ്പണിങ്ങിന് പറയുന്ന പേരാണ് ഫൊറാമൻ മാഗ്നം. ദർ ഈസ് എ വൈഡ് ഓപ്പണിംഗ് അറ്റ് ദ ബേസ് ഓഫ് ദ ക്രേനിയം വിച്ച് ഈസ് കോൾഡ് ഫൊറാമൻ മാഗ്നം. ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഓപ്പണിംഗ് ആണ് ഫൊറാമൻ മാഗ്നം എന്ന് പറയുന്നത്. ത്രൂ ദ ഓപ്പണിംഗ്, through this foramen magnum, brain continues as spinal cord. ഇതിലൂടെയാണ്, ഈ ഓപ്പണിങ്ങിലൂടെയാണ് ബ്രെയിന് പിന്നീട് വെർട്ടിബ്രൽ കോളത്തിലേക്ക് സ്പൈനൽ കോഡായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഫൊറാമൻ മാഗ്നം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് ഇതിനകത്തുള്ള ബോൺസ് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാം. there are 6 bonds. പ്രത്യേക തരത്തിലുള്ള 6 ബോൺസ് ആണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ സ്കൾ ബോൺസ് എല്ലാം ഡിസാർട്ടിക്കുലേറ്റഡ് ആയിട്ടുള്ള
സ്റ്റേറ്റിൽ, അതായത് നേരത്തെ ജോയിൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഡയഗ്രമാണ് കഴിഞ്ഞ സ്ലൈഡിൽ കാണിച്ചത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ ബോൺസ് എല്ലാം ഡിസ്ആർട്ടിക്കുലേറ്റഡ് ആയിട്ട് അൺജോയിൻറ്റഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇവിടെ കാണിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഡോർസൽ ആസ്പെക്റ്റും വെൻട്രൽ ആസ്പെക്റ്റും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെയാണ് ഈ ഡയഗ്രാംസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ബോൺസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ബോൺസ് ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ ബോൺസ് എന്നുള്ളത് അനലൈസ് ചെയ്യാം. 1 പെയർ എക്സ് ഓക്സിപിറ്റൽ. എക്സ് ഓക്സിപിറ്റൽ എന്ന് പറയുന്ന ഒരു പെയർ ബോൺസ് എക്സിസ്റ്റ് ചെയ്യും. ഇതാണ് എക്സ് ഓക്സിപിറ്റൽ എന്ന് പറയുന്നത്. ഇത് ഏറ്റവും സ്കളിൻ്റെ ബേസിൽ കാണുന്ന സ്ട്രക്ചേഴ്സ് ആണ്. ബോൺസ് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ഫൊറാമൻ മാഗ്നം. ഫൊറാമൻ മാഗ്നം എന്ന് പറയുന്ന ബേസിൽ കാണുന്ന, സ്കളിൻ്റെ ബേസിൽ കാണുന്ന ആ ഓപ്പണിങ്ങിനെ ഗാർഡ് ചെയ്യുന്ന ബോൺസ് ആണ് ഈ എക്സ് ഓക്സിപിറ്റൽ എന്ന് പറയുന്നത്. അതൊരു പെയർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. ഇതിൻ്റെ പ്രത്യേകത, ഇറ്റ് ബിയേഴ്സ് 2 പ്രൊജക്ഷൻസ് അറ്റ് ദ ബേസ്. ഇതിന് 2 പ്രൊജക്ഷൻസ് ബേസിൽ ഉണ്ടായിരിക്കും. ദീസ് പ്രൊജക്ഷൻസ് ആർ നോൺ ആസ് ഓക്സിപിറ്റൽ കോണ്ടൈൽസ്. ഈ ഓക്സിപിറ്റൽ കോണ്ടൈൽസ് ആണ് ഫസ്റ്റ് വെർട്ടിബ്ര, അതായത് അറ്റ്ലസ് എന്ന് പറയുന്ന ഫസ്റ്റ് വെർട്ടിബ്രയുമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ബേസിൽ കാണുന്ന ഒരു പെയർ ബോണി സ്ട്രക്ചേഴ്സ് ആണ് എക്സോസിപിറ്റൽ എന്ന് പറയുന്നത്. ഇത് ഫൊറാമൻ മാഗ്നത്തെ കവർ ചെയ്ത് എക്സിസ്റ്റ് ചെയ്യും. അതിൻ്റെ ബേസിൽ ഒരു പെയർ ഓക്സിപിറ്റൽ കോണ്ടൈൽസ് എന്ന് പറയുന്ന പ്രൊജക്ഷൻസ് ഉണ്ട്. ഇത് ഫസ്റ്റ് വെർട്ടിബ്രയുമായിട്ട് ജോയിൻ ചെയ്യും. ഇനിയുള്ളതാണ് ഒരു പെയർ ഫ്രണ്ടോ പെരൈറ്റൽ. അപ്പോൾ അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഫ്രണ്ടോ പെരൈറ്റൽ എന്ന് പറയുന്ന പർട്ടിക്കുലർ ബോൺ കാണാൻ സാധിക്കും. ഈ ഫ്രണ്ടോ പെരൈറ്റൽ എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ ബോണിനുള്ളിലാണ് നമ്മുടെ ബ്രെയിന് മെയിനായിട്ടും റിസൈഡ് ചെയ്യുന്നത്. ബ്രെയിനിൻ്റെ മെയിൻ പോർഷൻസ് ഒക്കെ ഇവിടെയൊക്കെയാണ് വരുന്നത്. ഇത് ക്രേനിയത്തിൻ്റെ റൂഫാണ്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ റൂഫ് ഓഫ് ദ ക്രേനിയം. ഇനി അടുത്താണ് പാരാസ്പിനോയിഡ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ബോണ്. അപ്പോൾ പാരാസ്പിനോയിഡ് നമുക്ക് ഇതിൻ്റെ വെൻട്രൽ ആസ്പെക്റ്റിൽ കാണാൻ സാധിക്കും. ഇപ്പം ഞാൻ മൗസ് പോയിന്റ് ചെയ്തിരിക്കുന്ന ആ പർട്ടിക്കുലർ ബോണി സ്ട്രക്ചറാണ് പാരാസ്പിനോയിഡ് എന്ന് പറയുന്നത്. ഇതും ഈ ബ്രെയിനെ കവർ ചെയ്ത് വരുന്ന ഒരു ബോണാണ്, പക്ഷേ വെൻട്രൽ സൈഡിലാണെന്ന് മാത്രമേ ഉള്ളൂ. ഫ്ലോർ ഓഫ് ദ ക്രേനിയം, മറ്റേത് റൂഫ് ഓഫ് ദ ക്രേനിയം ആണെങ്കിൽ ഇത് ഫ്ലോർ ഓഫ് ദ ക്രേനിയം ആണ്. ഇനി അടുത്താണ് സ്പിനത്മോയിഡ് എന്ന് പറയുന്ന ഒരു ബോണ്. ഈ കാണിച്ചിരിക്കുന്നതാണ്, അതായത് ഡോർസൽ ആസ്പെക്റ്റിൽ വരുന്നതാണ് സ്പിനത്മോയിഡ് എന്ന് പറയുന്ന ബോണ്. ഇത് ക്രേനിയത്തിൻ്റെ ആൻറ്റീരിയർ വോളാണ്. അപ്പോൾ ഇത്രയും ബോൺസ് ആണ് മെയിനായിട്ടും വരുന്നത്. ഒരു പെയർ എക്സോസിപിറ്റൽ, അത് ബേസിൽ കാണും. ഒരു പെയർ ഫ്രണ്ടോ പെരൈറ്റൽ, അത് ക്രേനിയത്തിൻ്റെ റൂഫാണ്, അത് ഡോർസൽ സൈഡിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനിയുള്ളത് പാരാസ്പിനോയിഡ് എന്ന് പറയുന്ന ബോണാണ്, അത് ക്രേനിയത്തിൻ്റെ ഫ്ലോറിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ദെൻ സ്പിനത്മോയിഡ് എന്ന് പറയുന്നത് ക്രേനിയത്തിൻ്റെ ആൻറ്റീരിയർ വോളിൽ എക്സിസ്റ്റ് ചെയ്യും. അടുത്ത സ്കളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ബോണി സ്ട്രക്ചറാണ്, ബോണി ഓർഗനൈസേഷനാണ് സെൻസറി ക്യാപ്സുൾ എന്ന് പറയുന്നത്. ഇത് 2 രീതിയിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓഡിറ്ററി ക്യാപ്സുൾ, അത് ഹിയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സ്ട്രക്ചറാണ്, അല്ലെങ്കിൽ ബോണി ഓർഗനൈസേഷനാണ്. ഇറ്റ് എൻക്ലോസസ് ദ ഇന്നർ ഇയർ. ഇന്നർ ഇയറിനെ കവർ ചെയ്ത് വരുന്ന ബോണി സ്ട്രക്ചേഴ്സ് ആണ് ഓഡിറ്ററി ക്യാപ്സുൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പ്രസന്റ് ഓൺ ഐദർ സൈഡ് ഓഫ് ദ ക്രേനിയം. ക്രേനിയത്തിൻ്റെ 2 സൈഡിലും ഈ ഓഡിറ്ററി ക്യാപ്സ്യൂൾ എക്സിസ്റ്റ് ചെയ്യും. ഇറ്റ് ഈസ് ചീഫ്ലി മേഡപ്പ് ഓഫ് കാർട്ടിലേജ്. കാർട്ടിലേജ് കൊണ്ടാണ് മെയിനായിട്ടും ഇത് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്, ഒരു സ്ട്രക്ചറൽ ആസ്പെക്റ്റ് ആണ് ഓഡിറ്ററി ക്യാപ്സ്യൂളിന് വരുന്നത്. ഇതിന് ഔട്ടർ വോളിന് ഒരു അപ്പർച്ചർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഈ ഓപ്പണിങ്ങിന് പറയുന്ന പേരാണ് ഫെനിസ്ട്ര ഓവാലിസ്. ദർ ഈസ് ആൻ ഓപ്പണിംഗ് ഓൺ ദ ഔട്ടർ വോൾ of the auditory capsule which is known as fenestra ovalis. Then second sensory capsule present on the skull, that is olfactory capsule. It encloses olfactory organs, അതായത് സെൻസ് ഓഫ് സ്മെൽ സാധ്യമാക്കുന്ന സെൻസറി റിസപ്റ്റേഴ്സ് ഇരിക്കുന്ന നേസൽ റീജിയനിൽ വരുന്ന ബോണി ഓർഗനൈസേഷനാണ് ഓൾഫാക്ടറി ക്യാപ്സൂൾ എന്ന് പറയുന്നത്. ഇതും എഗെയിൻ കാർട്ടിലേജിനസ് ആണ്, like the auditory capsule. It is present at the nasal region. അപ്പോൾ nasal regionിൽ വരുന്ന ബോണി ഓർഗനൈസേഷൻ ആണ് ഓൾഫാക്ടറി ക്യാപ്സൂൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് സ്കളിൻ്റെ ഭാഗമായിട്ട് വരുന്നത് ജോ ബോൺസ് ആണ്. അപ്പോൾ ആദ്യമേ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പർ ജോ ആണ്. അപ്പോൾ അപ്പർ ജോയെ
കാണിക്കുന്ന അല്ലെങ്കിൽ അപ്പർ ജോയിലെ ഓർഗനൈസേഷൻ കാണിക്കുന്ന നേരത്തെ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ആ ഡോസൽ ആസ്പെക്റ്റും വെൻട്രൽ ആസ്പെക്ട്സും ഒക്കെ വരുന്ന ഡിസാർട്ടിക്കുലേറ്റഡ് സ്കൾ ബോൺസ് ആണ് ഇവിടെ പിക്ചറായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എക്സ്പ്ലനേഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വളരെ ഫേംലി ഫിറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് അപ്പർ ജോ എന്ന് പറയുന്നത്. ഇതിനൊരു ഔട്ടർ ആർക്കും ഉണ്ട്, ഇന്നർ ആർക്കും ഉണ്ട്. അതായത് ഒരു ആർക്ക് ലൈക്ക് ഓർഗനൈസേഷനിലാണ് ഇതിനകത്തുള്ള ബോൺസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന് പുറമേ ഒരു ആർച്ചും ഉണ്ട്, അകത്തൊരു ആർച്ചും ഉണ്ട്. അപ്പോൾ ഔട്ടർ ആർച്ച് അതിനകത്ത് വരുന്ന ബോൺസ് ഏതൊക്കെയാണെന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. ഇതിനകത്ത് വരുന്നതാണ് പ്രീ മാക്സില. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ പ്രീ മാക്സില എന്ന് പറയുന്ന ഒരു ബോണിനെ കാണാൻ സാധിക്കും. അത് ഔട്ടർ ആർക്കിന്റെ ഭാഗമാണ്. ഏറ്റവും ആന്റീരിയർ പോർഷനിലാണ് ഇത് വരുന്നത്. പിന്നെ വരുന്നതാണ് മാക്സില എന്ന് പറയുന്ന ബോൺ. ഈ കാണിച്ചിരിക്കുന്നതാണ് മാക്സില. പിന്നെ ഉള്ളത് ക്വാഡ്രാറ്റോ ജുഗൽ എന്ന് പറയുന്ന പർട്ടിക്കുലർ ബോണാണ്. ദിസ് വൺ, ഇതാണ് ക്വാഡ്രാറ്റോ ജുഗൽ എന്ന് പറയുന്നത്. അടുത്തതാണ് സ്ക്വാമോസൽ. സ്ക്വാമോസൽ എന്ന് പറയുന്ന ബോണിനെ ഇവിടെ കാണാൻ സാധിക്കും. ഇത് രണ്ട് സൈഡിലും ഉണ്ട്. അപ്പോൾ പെയേഴ്സ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം മാക്സില ഒരു പെയറുണ്ട്, പിന്നെ ഉള്ളത് ക്വാഡ്രാറ്റോ ജുഗൽ ഒരു പെയറുണ്ട്, പിന്നെയുള്ള സ്ക്വാമോസലും ഒരു പെയർ എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത്രയും ബോൺസ് ആണ് വരുന്നത്: പ്രീ മാക്സില, മാക്സില, ക്വാഡ്രാറ്റോ ജുഗൽ ആൻഡ് സ്ക്വാമോസൽ. ഇനി ഇന്നർ ആർക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ പലതരത്തിലുള്ള ബോൺസ് ഉണ്ട്. മെയിനായിട്ടും വരുന്നത് പലൈറ്റൈൻ എന്ന് പറയുന്ന ഒരു ബോൺ. ഈ കാണിച്ചിരിക്കുന്നതാണ്, ഈ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് പലൈറ്റൈൻ എന്ന് പറയുന്ന ആ ബോണ്. അതൊരു പെയർ എക്സിസ്റ്റ് ചെയ്യും. പിന്നെയുള്ളത് ടെറിഗോയിഡ് എന്ന് പറയുന്ന ഒരു ബോണാണ്. ഒരു സിക്കിൾ പോലെ ഇരിക്കുന്ന ഒരു ബോൺ, അതും ഒരു പെയർ എക്സിസ്റ്റ് ചെയ്യും. ഇനി നമുക്ക് ലോവർ ജോയുടെ ഓർഗനൈസേഷൻ നോക്കാം. ലോവർ ജോ മൂവബിൾ ആണ്. ഇതിന് രണ്ട് സിമിലർ ഹാഫ്സ് ആണ് ഉള്ളത്. റാമി എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ലോവർ ജോ ബോൺസിന്റെ ഓർഗനൈസേഷൻ ആണ് ഇവിടെ ഒരു ആർക്ക് പോലെ നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതിന് രണ്ട് സിമിലർ ഹാഫ്സ്, ഇതൊരു ഹാഫാണ്, ഇത് വേറൊരു ഹാഫാണ്. അപ്പോൾ ഈ ഹാഫ്സിന് പറയുന്ന പേരാണ് റാമി. ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു സ്ലെൻഡർ റോഡ് ലൈക്ക് സ്ട്രക്ചർ ഇതിനകത്ത് ആന്റീരിയർ പോർഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ സ്ലെൻഡർ റോഡ് ലൈക്ക് പോർഷന് പറയുന്ന പേരാണ് മെർക്കൽസ് കാർട്ടിലേജ്. അപ്പോൾ മെർക്കൽസ് കാർട്ടിലേജ് ആന്റീരിയർ പോർഷനിൽ എക്സിസ്റ്റ് ചെയ്യും. ബാക്കി റിമൈനിങ് പോർഷൻസ് രണ്ട് ബോൺസ് കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്: ഡെന്ററി ആൻഡ് ആംഗുലോ സ്പീനിയൽ. ഇപ്പോൾ ഇവിടെ മെക്കലിയൻ അല്ലെങ്കിൽ മെക്കൽസ് കാർട്ടിലേജ് ഇവിടെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ബാക്കി വരുന്ന ബോണാണ് ഡെന്ററി എന്ന് പറയുന്ന ബോണ് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെയുള്ളത് ആംഗുലോസ്പീനിയൽ എന്ന് പറയുന്ന ബോണാണ്. അപ്പോൾ ടീത്ത് എന്ന് പറയുന്നത് ഇവിടെ കംപ്ലീറ്റ്ലി ആബ്സെന്റ് ആണ്. ലോവർ ജോയുടെ പോസ്റ്റീരിയർ എൻഡ് അപ്പർ ജോയുടെ പോസ്റ്റീരിയർ എൻഡുമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യും. അങ്ങനെയാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ജോയിൻറ്റ്സ് പരസ്പരം ഉണ്ടാകുന്നത്. ലോവർ ജോയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചറാണ് ഹയോയിഡ് അപ്പാർട്ടസ്. ഇറ്റ് ഈസ് പ്രസന്റ് ഓൺ ദ ഫ്ലോർ ഓഫ് ദ ബക്കൽ ക്യാവിറ്റി. ഇപ്പോൾ ഇവിടെ ബക്കൽ ക്യാവിറ്റിയുടെ ഫ്ലോറിൽ ഈ ലോവർ ജോയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഹയോയിഡ് അപ്പാർട്ടസ് എന്ന് പറയുന്ന സ്ട്രക്ചർ എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്ന സ്ട്രക്ചറാണ് ഹയോയിഡ് അപ്പാർട്ടസ്. ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. ദിസ് പർട്ടിക്കുലർ സ്ട്രക്ചർ വിൽ പ്രൊവൈഡ് ദ അറ്റാച്ച്മെന്റ് ഫോർ ദ മസിൽസ് ദാറ്റ് മൂവ് ദ ടങ് ആൻഡ് ഓൾസോ ദ ഫ്ലോർ ഓഫ് ദ ബക്കൽ ക്യാവിറ്റി. അപ്പോൾ ബക്കൽ ക്യാവിറ്റിയുടെ ഫ്ലോറിലുള്ള മസിൽസ്, അതുപോലെ തന്നെ ടങ്ങിന്റെ മൂവ്മെന്റിനെ സഹായിക്കുന്ന മസിൽസ്, ഇതെല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഈ സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രക്ചറുമായിട്ടാണ്. അപ്പോൾ ഇതെല്ലാം അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഹയോയിഡ് അപ്പാർട്ടസ് എന്ന് പറയുന്നത്. ഫ്രോഗിന്റെ ടങ് വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ടങ് ആണ്. അത് പുറത്തേക്ക് റിലീസ് ചെയ്ത് ഇതിലുള്ള സ്റ്റിക്കി സബ്സ്റ്റൻസ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഫുഡ് ക്യാപ്ചർ ചെയ്യുന്നത്. വളരെ ഫാസ്റ്റായിട്ട് റിലീസ് ചെയ്യാനും റിട്രാക്ട് ചെയ്യാനും ഈ ഓർഗാനിസത്തിന് പറ്റും. അപ്പോൾ ആ ടങ്ങിൻ്റെ മൂവ്മെൻറ്റ് വളരെ ഫാസ്റ്റായിട്ട് റാപ്പിഡായിട്ട് സഹായിക്കുന്നത്, നടത്തുന്നത് മസിൽസ് ആണ്, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മസിൽസ് ആണ്. ഈ മസിൽസ് എല്ലാം ഈ ഹയോയിഡ് അപ്പാർട്ടസ് എന്ന് പറയുന്ന സ്ട്രക്ചറുമായിട്ടാണ് അറ്റാച്ച് ചെയ്ത് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ ബക്കൽ ക്യാവിറ്റിയുടെ ഫ്ലോറിലുള്ള മസിൽസും ഇവിടെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ബക്കൽ ക്യാവിറ്റിയുടെ ഫ്ലോറിൻ്റെ മൂവ്മെൻറ്റ് ഇതിൻ്റെ റെസ്പിറേഷനെയൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആ റെസ്പിറേഷൻ എന്ന് പറയുന്ന കോണ്ടെക്സ്റ്റിൽ നമ്മൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഹയോയിഡ് അപ്പാർട്ടസിലേക്കാണ്. അപ്പോൾ ഹയോയിഡ് അപ്പാർട്ടസിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി ഇതിൻ്റെ സ്ട്രക്ചർ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഇതിനൊരു സെൻട്രൽ
പോർഷൻ ഉണ്ട്, അതിന് പറയുന്ന പേരാണ് ബോഡി. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന മൗസ് പോയിന്റ് ചെയ്തിരിക്കുന്ന ആ പോർഷനാണ് ബോഡി എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന രണ്ട് ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് വരുന്നത്. ആൻറ്റീരിയർ കോർണു ആൻഡ് പോസ്റ്റീരിയർ കോർണു. പ്ലൂറലായിട്ട് കോർണുവ എന്ന് പറയും, സിംഗുലർ ആയിട്ട് പറയുന്നതാണ് കോർണു. ഇതിങ്ങനെ പൈപ്പ് പോലെയുള്ള വളരെ സ്ലെൻഡർ ആയിട്ടുള്ള വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ആൻറ്റീരിയർ കോർണു. പോസ്റ്റീരിയർ കോർണു എന്ന് പറയുന്നത് അങ്ങനെയല്ല, അത് ബോഡിയിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന വളരെ സ്റ്റൗട്ട് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ്. അതും ഒരു പെയർ ഉണ്ട്. ഈ പോസ്റ്റീരിയർ കോർണുവിൻ്റെ ഇടയ്ക്കാണ് ഗ്ലോട്ടിസ് വരുന്നത്. അപ്പോൾ മെയിൻ ബോഡി ഉണ്ട്, ബോഡിയിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന രണ്ട് എക്സ്റ്റൻഷൻസ്, ആൻറ്റീരിയർ സൈഡിലുള്ള ആൻറ്റീരിയർ കോർണുവ എന്ന് പറയുന്ന ഒരു പെയർ ഫിലമെൻറ്റസ് എക്സ്റ്റൻഷൻസ്. പിന്നെ ഉള്ളത് അതിൻ്റെ പോസ്റ്റീരിയർ സൈഡിലുള്ള സ്റ്റൗട്ട് ആയിട്ടുള്ള ഒരു പെയർ പോസ്റ്റീരിയർ കോർണുവ എന്ന് പറയുന്ന സ്ട്രക്ചർ. ഇതിൻ്റെ ഇടയ്ക്ക് ഗ്ലോട്ടിസ് എന്ന് പറയുന്ന റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഓപ്പണിങ് വരും. അത് ബക്കൽ ക്യാവിറ്റിയുടെ ഫ്ലോറിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ആക്സിയൽ സ്കെലറ്റിൻ്റെ ഭാഗമായിട്ടുള്ള സ്കള്ളിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ സ്കള്ളിൻ്റെ ഡിഫറെൻറ്റ് കമ്പോണൻസ് ആണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്തത്. ഇനി ആക്സിയൽ സ്കെലറ്റിൻ്റെ അടുത്ത ഭാഗമായിട്ടുള്ള, അതായത് വെർട്ടിബ്രൽ കോളം, സെക്കൻഡ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യും.